നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം. പക്ഷേ നമ്മുടെ ഈ ഭൂമിയിൽ ഇതിന് ഭീകരമായിട്ടുള്ള ക്ഷാമമുണ്ട്. നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ നക്ഷത്രങ്ങളിലും നെബുലകളിലുമൊക്കെ ഏകദേശം 25% ഹീലിയം എന്ന് പറയുന്ന പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെ മൂലകമുണ്ട്. എന്നിട്ടും നമ്മുടെ ഭൂമിക്ക് ഇതിൻ്റെ ചെറിയൊരു തരി പോലും പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നില്ല. പ്രപഞ്ചത്തിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് നമ്മുടെ ഭൂമിയിൽ മാത്രം ഇത്ര അമൂല്യമാകുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെയാണ് സയൻറ്റിസ്റ്റുകൾ ഹീലിയം പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. ഇതൊരു കെമിസ്ട്രി ഒന്നുമല്ല, സ്പേസും ടൈമും ഭൂമിക്കടിയിലെ രഹസ്യങ്ങളും ഒക്കെ ചേർന്നൊരു വലിയ യാത്രയാണ്. ഉത്സവ പറമ്പുകളിലും മറ്റും നമ്മൾ ഹീലിയം ബലൂണുകൾ കണ്ടിട്ടുണ്ട്. ഹീലിയം ബലൂണുകൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ചുറ്റിപ്പിടിക്കും. ഇട്ടുപോയി കഴിഞ്ഞാൽ അതങ്ങ് പറന്ന് പോകും. ഹൈഡ്രജൻ, ഹീലിയം എന്നിവയ്ക്ക് ഭാരം തീരെ കുറവാണ്. അതിൻ്റെ അർത്ഥം അത് ഗുരുത്വാകർഷണത്തിന് എതിരാണെന്നല്ല, പകരം നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിലുള്ള വായുവിനേക്കാൾ ലൈറ്റർ ആയതുകൊണ്ട് അത് അന്തരീക്ഷത്തിൻ്റെ മുകളിലത്തെ തട്ടിലേക്ക് പോകാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കും. സോ ഉത്സവപ്പറമ്പിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഹൈഡ്രജൻ ബലൂൺ ഒന്ന് പൊട്ടിയാൽ അതിനകത്തുള്ള ഗ്യാസ് നേരെ സ്പേസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് അന്തരീക്ഷത്തിൻ്റെ മുകളിലേക്ക് മാത്രമല്ല, അത് ഭൂമിയുടെ പുറത്തേക്ക് നഷ്ടപ്പെടും. പിന്നെ ആ സാധനം ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ എങ്ങനെയാണ് ഹീലിയം നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ടായത് എന്നതിൽ നിന്ന് ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറയാം. സോ നമ്മൾ ഏകദേശം 1480 കോടി വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കമാണെന്നറിയാമല്ലോ, ബിഗ് ബാങ്. ബിഗ് ബാങ്ങിനെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെയുണ്ട്. ബിഗ് ബാങ്ങിന് ശേഷമുള്ള ആദ്യ നിമിഷങ്ങളിലെ പ്രപഞ്ചം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ഡെൻസിറ്റി, സാന്ദ്രത കൂടിയതായിരുന്നു. വല്ലാത്തൊരു എനർജി കടലിൽ കുറേ പാർട്ടിക്കിളുകൾ അങ്ങനെ തിളച്ചു മറിയുന്നൊരവസ്ഥ. പ്രപഞ്ചം ഒന്ന് തണുത്തപ്പോൾ, അതായത് ഏകദേശം ഒരു 1 ബില്യൺ ഡിഗ്രി ചൂടിലെത്തിയപ്പോൾ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും തമ്മിൽ കൂടിച്ചേരാൻ തുടങ്ങി. ഇതിനെയാണ് ബിഗ് ബാങ് ന്യൂക്ലിയർ സിന്തസിസ് എന്ന് പറയുന്നത്. ആ ഒരു കുറച്ച് മിനിറ്റുകൾക്കുള്ളിലാണ് ലോകത്തിലെ ആദ്യത്തെ ആറ്റങ്ങൾ ഫോം ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഹൈഡ്രജനും പിന്നീട് ഹീലിയവും. ഹൈഡ്രജനാണ് താരം. പ്രപഞ്ചത്തിൻ്റെ 3/4 ഭാഗവും ഹൈഡ്രജൻ തന്നെ, ബാക്കി ഏകദേശം 1/4 ഭാഗത്തോളം ഹീലിയവും. പക്ഷേ ബിഗ് ബാങ്ങിൽ മാത്രം തീർന്നില്ല ഹീലിയത്തിൻ്റെ പ്രൊഡക്ഷൻ. ഇന്നും നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ഓരോ സെക്കൻഡിലും പുതിയ ഹീലിയം, ഹൈഡ്രജൻ കൂടിച്ചേർന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നക്ഷത്രങ്ങൾക്കുള്ളിലെ വമ്പൻ ചൂടിലും പ്രഷറിലും ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂട്ടിയിടിച്ച് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ നടന്നിട്ട് അതിലൂടെ ഹീലിയം ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ സൂര്യൻ തന്നെ ഓരോ സെക്കൻഡിലും ഏകദേശം 600 മില്യൺ ടൺ ഹൈഡ്രജനെയാണ് ഇങ്ങനെ ഹീലിയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ റിയാക്ഷനിൽ നിന്നുണ്ടാകുന്ന ഭയങ്കര എനർജി കൊണ്ടാണ് ഭൂമിയിൽ ജീവനം നിലനിൽക്കുന്നതും നമുക്ക് വെളിച്ചം കിട്ടുന്നതും. പ്രപഞ്ചത്തിൽ ഇത്രയധികം ഉണ്ടായിട്ടും ഭൂമിയിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും പഞ്ഞം അല്ലെങ്കിൽ സ്കേഴ്സിറ്റി? അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഹീലിയത്തിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയും പിന്നെ ജീൻസ് എസ്കേപ്പ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഹീലിയത്തിന് വല്ലാത്തൊരു ലൈറ്റർ സ്വഭാവമാണ്. ലോകത്തിലെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ രണ്ടാമത്തെ മൂലകം. വെറും 2 പ്രോട്ടോണും 2 ന്യൂട്രോണും 2 ഇലക്ട്രോണും മാത്രമേ അതിലുള്ളൂ. സോ അത് അത്ര ഭാരം കുറവായതുകൊണ്ട് തന്നെ അവ വല്ലാത്തൊരു സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. ഓക്സിജനും നൈട്രജനും ഒക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇവയെ അപേക്ഷിച്ച് നോക്കിയാൽ ഹീലിയം ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. നമ്മുടെ ഈ നോർമൽ ടെമ്പറേച്ചറിൽ ആറ്റങ്ങൾക്ക് കൈനറ്റിക് എനർജി കൂടുതലാണ്. കാരണം ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന വൈബ്രേഷൻ ആണല്ലോ. സോ ഈ എനർജി കിട്ടുന്ന സമയത്ത് ആറ്റങ്ങൾ ഓടി നടക്കും. ഒരു ഗ്യാസിനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് നിർത്തണമെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റിക്ക് നല്ല ഫോഴ്സ് ഉണ്ടാവണം, നല്ല പവർ വേണം. പക്ഷേ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹീലിയം ആറ്റങ്ങളെ കെട്ടിയിടാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ പിടിച്ചു വയ്ക്കാനുള്ള കഴിവില്ല. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ ലെയറായിട്ടുള്ള എക്സോസ്ഫിയറിലേക്ക് ഇവ എത്തിച്ചേരുമ്പോൾ ഹീലിയം ആറ്റത്തിന് ഭൂമിയുടെ പിടി വിട്ട് പുറത്തേക്ക് പോകാനുള്ള സ്പീഡ് കിട്ടും. ആ ഒരു എക്സിറ്റ് ഡോർ കടന്നാൽ പിന്നെ അത് നേരെ സ്പേസിലേക്ക് അലിഞ്ഞു ചേരും. അതിനുശേഷം സോളാർ വിൻഡ് വരുമ്പോൾ അത് ദൂരേക്ക് തെറിച്ചു പോകും. കഴിഞ്ഞ ഭൂമി ഉണ്ടായ 450 കോടി വർഷത്തിനിടയിൽ നമ്മുടെ ഗ്രഹത്തിൽ ഇങ്ങനെയൊരു ലീക്കേജ് കണ്ടിന്യൂസ്ലി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴയ ഹീലിയമൊക്കെ തീർന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹീലിയം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. പഴയ ഹീലിയം എല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് പോയെങ്കിൽ പിന്നെ എവിടെ നിന്ന് പുതിയത് കിട്ടി? അതിൻ്റെ മറുപടിയാണ് റേഡിയോ ആക്റ്റീവ് ഡീകേ. ഭൂമിയുടെ ഉള്ളിൽ പാറകൾക്കിടയിൽ യുറേനിയം, തോറിയം തുടങ്ങിയ ചില ഹെവി എലമെൻറ്റുകൾ കാലാകാലങ്ങളായിട്ട് ലോക്കായി കിടക്കുന്നുണ്ട്. ഇവ ഒന്നും അത്ര സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് വർഷങ്ങളായി ഇവയുടെ ന്യൂക്ലിയസ് പതുക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഹെവി എലമെൻറ്റുകൾ സ്പ്ലിറ്റായിട്ട് അതിൽ നിന്ന് റേഡിയേഷനൊക്കെ പുറത്ത് വന്ന് വേറെ എലമെൻറ്റുകളാകുന്ന കൂട്ടത്തിലാണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്ന റേഡിയേഷൻ പ്രധാനമായിട്ടും പുറത്തു പോകുന്നത്. ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഇറ്റ്സെൽഫ് ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. അതായത് പാറയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വരുന്ന ഇത്തരം പാർട്ടിക്കിൾസ്
പതുക്കെ വേഗത കുറഞ്ഞ് ചുറ്റുപാടുമുള്ള ഇലക്ട്രോണുകളെ തപ്പിപ്പിടിക്കും. അങ്ങനെ തപ്പിപ്പിടിച്ച് പൂർണ്ണ രൂപത്തിലുള്ള ഹീലിയം ആറ്റങ്ങളായി ഇവ മാറും. പക്ഷേ നമുക്ക് കാണാൻ പറ്റാത്ത വലിയ ശബ്ദമൊന്നും ഇല്ലാത്ത ഈ ഒരു പ്രോസസ്സ് ഭൂമിക്കടിയിൽ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അന്തരീക്ഷത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹീലിയത്തിന് പകരമായി ഭൂമിക്കടിയിലെ സ്റ്റോക്ക് നിർമ്മിക്കപ്പെടുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഹീലിയം ആറ്റങ്ങൾ ഉണ്ടായ സ്ഥലത്ത് തന്നെ അടങ്ങിയിരിക്കില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അവ പാറകളിലൂടെയും ചെറിയ വിടവുകളിലൂടെയും ഒക്കെ തന്നെ ന്യൂന്നിറങ്ങി പതുക്കെ മുകളിലേക്ക് വരും. സോ ഹീലിയം എന്ന് പറയുന്നത് കെമിക്കലി ഇനേർട്ട് ഗ്യാസ് ആണ്. അതായത് മറ്റ് എലമെൻറ്റുകളെ പോലെ വളരെ പെട്ടെന്ന് റിയാക്ഷൻ ഒന്നും നടത്തില്ല. നമുക്കറിയാം നോബിൾ ഗ്യാസസ് എന്ന് പറയും. ഹീലിയം, നിയോൺ, സിനോൺ, റെഡോൺ എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. സോ ഹീലിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആരുടെയും കൂടെ കൂടി കോമ്പൗണ്ടായി മാറാനോ റിയാക്ട് ചെയ്യാനോ നിൽക്കില്ല. അതുകൊണ്ട് അത് പുറത്ത് വന്ന ഉടനെ ഒന്നും നടത്താതെ ഒരു പ്രേതത്തെ പോലെ വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇവ സഞ്ചരിച്ച് അവസാനം ചെന്നെത്തുന്നത് നാച്ചുറൽ ഗ്യാസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഭൂമിക്കടിയിലെ ഗുഹകളിലോ കുഴികളിലോ ഒക്കെ ആയിരിക്കും. സോ ഇതിനു മുകളിൽ കട്ടിയുള്ള പാറകളോ വലിയ ഉപ്പുകല്ലോ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഭൂമിയുടെ ഏറ്റവും അടിയിൽ നിന്ന് ഡീക്കേ ചെയ്ത് ഹീലിയം പുറത്തോട്ട് വരും. പിന്നെയും ഭൂമിക്ക് പുറത്തേക്ക് വരാനായിട്ട് പാറകളിലൂടെ അരിച്ചു വരുമ്പോൾ നാച്ചുറൽ ഗ്യാസ് ലോക്കായിരിക്കുന്ന ഉപ്പുകല്ലിലോ ഒക്കെ തന്നെ കെട്ടിക്കിടക്കും. ഈ പാറകൾ വലിയൊരു അടപ്പ് പോലെയാണ് പ്രവർത്തിക്കുക. പെട്ടെന്നൊന്നും സർഫസിലേക്ക് ഹീലിയത്തിനെ വിടില്ല. അങ്ങനെ കോടിക്കണക്കിന് വർഷം കൊണ്ട് മീഥേൻ്റെയും നൈട്രജൻ്റെയും കൂടി ഹീലിയം അവിടെ അങ്ങനെ നിൽക്കും, റിയാക്റ്റ് ഒന്നും ചെയ്യില്ല. പക്ഷേ നമ്മൾ വലിയ ഡ്രില്ലറൊക്കെ കൊണ്ടുവന്ന് ഈ പാറയൊക്കെ തുരന്നിട്ട് ഈ നാച്ചുറൽ ഗ്യാസ് പുറത്തെടുക്കുമ്പോൾ ഹീലിയത്തിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് നമുക്ക് നാച്ചുറൽ ഗ്യാസ് കിണറുകളിൽ ഹീലിയം ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള അറിവ് കിട്ടുന്നത്. നമ്മളെ പാചകത്തിന് വേണ്ടിയും മറ്റും ഗ്യാസ് ഡ്രില്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന മിശ്രിതത്തിൽ 1% താഴെ ഹീലിയം ഉണ്ട് എന്ന് ഗവേഷകർക്ക് മനസ്സിലായി. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അങ്ങനെയാണ് നമുക്ക് ലാഭകരമായിട്ട് ഹീലിയം പുറത്തെടുക്കാൻ പറ്റുന്നത്. ഹീലിയത്തെ പ്രോപ്പറായിട്ട് വേർതിരിച്ചെടുക്കാൻ ക്രയോജനിക് സെപ്പറേഷൻ എന്നൊരു വലിയ ടെക്നോളജി ആവശ്യമുണ്ട്. ഗ്യാസിനെ വല്ലാതെ അങ്ങ് തണുപ്പിച്ച് നല്ല ലോ ടെമ്പറേച്ചർ ആക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഓരോ ഗ്യാസും ഓരോ ടെമ്പറേച്ചറിലാണ് ലിക്വിഡായി മാറുന്നത്. ജൂൾസ് തോംസൺ എഫക്റ്റ് ഒക്കെ ഉപയോഗിച്ചാണ് ഗ്യാസിനെ ഇങ്ങനെ തണുപ്പിച്ചിട്ട് മീഥേനും നൈട്രജനും ഒക്കെ ലിക്വിഡാക്കി മാറ്റുന്നത്. പക്ഷേ ഹീലിയം ഉണ്ടോ വിടുന്നു? ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള ഒരു ഗ്യാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര തണുപ്പിച്ചാലും ഏറ്റവും അവസാനം ഗ്യാസായി മാറാൻ സാധ്യതയുള്ള ഒരു എലമെൻ്റാണ് ഹീലിയം. അങ്ങനെ -269 ° എത്തുമ്പോൾ ബാക്കിയെല്ലാം ലിക്വിഡായി മാറും. ഹീലിയം മാത്രം വേർപെട്ട് ഗ്യാസായി കിടക്കും. പിന്നെ ഇതിനെ ശുദ്ധീകരിച്ച് സ്പെഷ്യൽ ടാങ്കുകളാക്കി നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകും. സോ എന്താവശ്യത്തിനാണ് കൊണ്ടുപോകുന്നത്? ഹീലിയം വെറും ഒരു ഗ്യാസ് മാത്രമല്ല, ഇതിന് ചില അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, ഇത് ആരുമായിട്ടും റിയാക്ട് ചെയ്യില്ല എന്ന പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തേത് ഇതിൻ്റെ തണുപ്പിക്കൽ കപ്പാസിറ്റിയാണ്. -268.9 ° ആയാലേ ഇത് പതുക്കെ ലിക്വിഡായി മാറും. അതായത് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും കുറഞ്ഞ തണുപ്പിൻ്റെ തൊട്ടറ്റത്ത് എത്തിച്ചേരണം. പിന്നീട് നമ്മൾ ഇതിനെ വീണ്ടും തണുപ്പിച്ചാൽ അതൊരു സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറും. ഇവിടെയാണ് ഫിസിക്സിനെ തന്നെ ഹീലിയം മാറ്റുന്നത്. ഇതിനെ ഹീലിയം 2 എന്ന് വിളിക്കും. അതായത് നല്ല തണുപ്പിച്ച് ലിക്വിഡാകുന്ന അവസ്ഥയിൽ ഹീലിയത്തിന് വിസ്കോസിറ്റി ഇല്ല. അതായത് അത് എവിടെ ഒട്ടിപ്പിടിക്കില്ല. അതിനുശേഷം അത് പാത്രങ്ങളിലൂടെ തനിയെ മുകളിലേക്ക് കയറാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടി കാണിക്കും. ഗ്രാവിറ്റിയെ വെല്ലുവിളിച്ച് അത് പാത്രത്തിൻ്റെ പുറത്തേക്ക് ചാടും. അങ്ങനെ കാണാൻ പറ്റാത്ത അത്ര ചെറിയ വിള്ളലുകളിലൂടെ പോലും ഹീലിയത്തിന് അങ്ങനെ സുഖമായി ഒഴുകിപ്പോകാൻ നടക്കും. ക്വാണ്ടം ഫിസിക്സിൽ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു വിചിത്രമായ അവസ്ഥയാണ് ഹീലിയം ഇവിടെ കാണിക്കുന്നത്. ഈ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഹീലിയം ഇല്ലെങ്കിൽ നമ്മുടെ മോഡേൺ ലോകം നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന പ്രതിഭാസമാണ്. ചില മെറ്റീരിയലുകളെ നമ്മൾ ഈ പറയുന്ന ലിക്വിഡ് ഹീലിയം ഉപയോഗിച്ച് വല്ലാതെ തണുപ്പിച്ചാൽ അവയിലൂടെ ഇലക്ട്രിസിറ്റിക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ കടന്നു പോകും. ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് MRI മെഷീൻ വർക്ക് ചെയ്യുന്നത്. MRI മെഷീനുകളിലെ വൻ മാഗ്നറ്റുകൾ തണുപ്പിക്കാൻ ലിക്വിഡ് ഹീലിയത്തിനകത്ത് നിറച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത്രയും തണുപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ മാഗ്നറ്റുകൾ ചൂടായിട്ട് അതിൻ്റെ പവർ നഷ്ടപ്പെടും. ഇതിനാണ് നമ്മൾ ക്വെഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഹോസ്പിറ്റലുകളിൽ ട്യൂമറുകളും മറ്റും സ്കാൻ ചെയ്യാൻ പെട്ടെന്ന് പറ്റാതെ വരികയും MRI മെഷീൻ പ്രവർത്തിക്കാതെ വരികയും ചെയ്യും. MRI മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ഉപകരണമായ ബിഗ് ബാങ്ങിനെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലെയുള്ള വമ്പൻ പരീക്ഷണശാലകളിൽ പ്രോട്ടോണുകളെ പായിക്കാനും ഹീലിയം ആവശ്യമുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ ചിപ്പുകൾ ഉണ്ടാക്കുന്നതിലും ഹീലിയത്തിന് വലിയ പങ്കുണ്ട്. ചിപ്പുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഭീകരമായ ചൂട് മാറ്റാനും ഷീൽഡിംഗ് ഗ്യാസായി പ്രവർത്തിക്കാനും ഹീലിയം ആവശ്യമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഹൈസ്പീഡ് ഇൻ്റർനെറ്റിൻ്റെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഉണ്ടാക്കുമ്പോഴും ഗ്ലാസ് തണുപ്പിക്കാൻ ഹീലിയം ഉപയോഗിക്കുന്നു. മാത്രമല്ല, സ്പേസ് റിസർച്ചിൽ റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഫ്യൂൽ ടാങ്കുകൾ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ഹീലിയം അല്ലാതെ വേറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ നല്ല പ്രഷറിൽ എഞ്ചിനിലേക്ക് തള്ളിവിടാനാണ് ഹീലിയം ഇങ്ങനെ ഉപയോഗിക്കുന്നത്.
റോക്കറ്റ് വിടുമ്പോൾ ഒരു വശത്ത് തീയും പുകയും ആണെങ്കിലും അതിൻ്റെ ഉള്ളിലെ ഈ ഹീലിയമാണ് ആ ഗ്യാസിനെ നന്നായി തണുപ്പിച്ച് നിർത്തുന്നത്. ഇനി ക്വാണ്ടം കമ്പ്യൂട്ടറിലെ ക്യൂബിറ്റുകളെ സ്റ്റേബിളായി നിലനിർത്താനും ഈ ഹീലിയത്തിൻ്റെ തണുപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ മോഡേൺ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സാധനത്തെ നമ്മൾ തന്ത്രപ്രധാനമായിട്ടൊരു റിസോഴ്സായിട്ടാണ് ഗവൺമെൻറ്റുകൾ കാണുന്നത്. പണ്ട് എയർഷിപ്പുകൾക്ക് വേണ്ടി അമേരിക്ക ഹീലിയം ഉപയോഗിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, വിമാനങ്ങൾ ഫേമസ് ആവുന്നതിന് മുമ്പ് വലിയ ഹൈഡ്രജനും ഹീലിയം നിറച്ച എയർ ബലൂണുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സോ ഹൈഡ്രജൻ നിറച്ച എയർഷിപ്പുകൾ തീ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഹീലിയത്തെയാണ് ഉപയോഗിച്ചിരുന്നത്. ഹീലിയം തീ പിടിക്കില്ല. അങ്ങനെയാണ് അമേരിക്കയിലെ നാഷണൽ ഹീലിയം റിസർവ് ഉണ്ടാവുന്നത്. ടെക്സാസിലെ അമരില്ലോയിലുള്ള ബുഷ് ഡോം എന്ന ഉപ്പ് ഗുഹയ്ക്കകത്ത് ഹീലിയത്തെ വൻതോതിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉപ്പിൻ്റെ ഒരു ഘടന കാരണം ഹീലിയത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. വർഷങ്ങളോളം അമേരിക്കയായിരുന്നു ലോകത്തിലെ ഹീലിയം മാർക്കറ്റ് കൺട്രോൾ ചെയ്തിരുന്നത്. പൈപ്പ് ലൈനുകൾ വഴി ഇവിടേക്ക് ഹീലിയം എത്തിച്ച് ഭാവിയിലേക്ക് വേണ്ടി അവർ സ്റ്റോക്ക് ചെയ്തു വെച്ചു. പക്ഷേ കാര്യങ്ങൾ എപ്പോഴും സ്മൂത്ത് അല്ല. ഹീലിയം നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നാച്ചുറൽ ഗ്യാസ് മാർക്കറ്റിൽ എന്ത് മാറ്റം വന്നാലും അത് ഹീലിയത്തിൻ്റെ സപ്ലൈയെ ബാധിക്കും. ഇപ്പോൾ തന്നെ അമേരിക്ക, ഇസ്രായേൽ, ഇറാനെ ആക്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൊഡക്ഷനും സംഭരണമൊക്കെ ഖത്തർ നിർത്തിയില്ലേ? ഇതേപോലെ ഖത്തറോ അമേരിക്കയോ പ്ലാന്റുകളെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അടച്ചിട്ടാൽ പോലും ലോകത്തിൽ മൊത്തത്തിൽ ഹീലിയത്തിന് പഞ്ഞ വരാൻ സാധ്യതയുണ്ട്. നിലവിൽ US, ഖത്തർ, അൾജീരിയ, റഷ്യ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഹീലിയം ഉണ്ടാക്കുന്നത്. 1996 അമേരിക്കൻ ഗവൺമെൻറ് തങ്ങളുടെ ഹീലിയം റിസർവിനെ പ്രൈവറ്റ് കമ്പനികൾക്ക് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് മാർക്കറ്റിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇത് പലപ്പോഴും ഹീലിയം ഷോർട്ടേജിന് കാരണമാവും. കാരണം ലാബുകളിലും ഹോസ്പിറ്റലുകളിലും ഹീലിയത്തിന് വൻ വില വരുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം. സോ ഹീലിയം എന്ന് പറയുന്ന ഒരു ഗ്യാസ് പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ സയൻറ്റിഫിക് ഇൻഫ്രാസ്ട്രക്ചറിനെ ബാധിക്കുന്ന വലിയൊരു എക്കണോമിക്കൽ ഇഷ്യൂ ആണ്. ഈ പ്രതിസന്ധി കാരണമാണ് പാർട്ടി ബലൂണുകളെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. വെറും ഒരു വിനോദത്തിന് വേണ്ടി ഇത്രയും അത്യാവശ്യമുള്ളൊരു സാധനം ഇങ്ങനെ പാഴാക്കി കളയുന്നത് ശരിയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റലുകൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഹീലിയം ഒരിക്കൽ പുറത്തു പോയി കഴിഞ്ഞാൽ അത് പോയതാണ്. ഇനി അടച്ചിട്ട ലാബുകളിലോ മറ്റോ അത് ലീക്കാവുകയാണെങ്കിൽ അവർ അന്തരീക്ഷത്തിൽ നിന്നത് തിരിച്ച് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ പുറത്ത് വെച്ച് ബലൂൺ പൊട്ടിയാലോ ഹീലിയം ലീക്കായാലോ അത് നേരെ സ്പേസിലേക്ക് പോകും. പെട്ടെന്നങ്ങ് എസ്കേപ്പ് ആവുകയല്ല. ആദ്യം അപ്പർ അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി അത് പതുക്കെ പുറത്തേക്ക് പോയി എസ്കേപ്പ് വെലോസിറ്റി നേടുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഒരു നാച്ചുറൽ ഗ്യാസ് സൈക്കിളിലും ഉൾപ്പെടാത്ത ഒരേ ഒരു ഗ്യാസ് ഒരുപക്ഷെ അത് ഹീലിയം ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം വേണ്ടേ? ഉണ്ട്. പുതിയ ഹീലിയം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നാച്ചുറൽ ഗ്യാസിനൊപ്പം അല്ലാതെ ഹീലിയം മാത്രമുള്ള വലിയ നിക്ഷേപങ്ങൾ കണ്ടെത്താൻ സയൻറ്റിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട്. 2016 ടാൻസാനിയയിൽ കണ്ടെത്തിയ വൻ നിക്ഷേപം ഇതിനൊരു ഉദാഹരണമാണ്. അവിടെയുള്ള അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ കാരണം പാറകളിൽ നിന്ന് ഹീലിയം വേർപെട്ട് മുകളിലേക്ക് വന്ന് തങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടെത്തി. ഇത്തരം കണ്ടെത്തലുകൾ ഭാവിയിൽ നമുക്ക് വലിയ റിസർവ് തരും. പക്ഷേ ഇതിലും വലിയൊരു ഐറ്റം ഉണ്ട്. ദാറ്റ് ഈസ് ഹീലിയം 3. ഭൂമിയിലുള്ള നോർമൽ ഹീലിയത്തിൽ നിന്ന് ഡിഫറൻ്റ് ആയ ഒരു ഐസോട്ടോപ്പാണ് ഹീലിയം 3. ഇത് ഭൂമിയിൽ ഒട്ടും തന്നെ ഇല്ല. പക്ഷേ ഭാവിയിലെ ഫ്യൂഷൻ റിയാക്ടറുകൾക്ക് ഇതൊരു ഉഗ്രൻ ഇന്ധനമാണ്. ഒട്ടും റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഇല്ലാതെ എനർജി ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഹീലിയം 3 വൻതോതിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും അവിടെ ചെന്ന് മൈനിങ്ങിനുള്ള ശ്രമം നടത്തുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ വിൻഡ് കോടിക്കണക്കിന് വർഷങ്ങളായി ചന്ദ്രനിൽ അടിക്കുന്നത് കൊണ്ട് ആ ഒരു ഹീലിയം, നമ്മൾ ഈ പറഞ്ഞ ആൽഫ പാർട്ടിക്കിൾ ചന്ദ്രൻ്റെ മണ്ണിൽ ഹീലിയമായി അടിഞ്ഞുകൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ ഖനനം നടത്തി ഹീലിയം 3 കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പല രാജ്യങ്ങളും ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി മിഷനുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര പ്രശ്നമാണ്. 1 ടൺ ഹീലിയം 3 കിട്ടണമെങ്കിൽ കോടിക്കണക്കിന് ടൺ മണ്ണ് ചന്ദ്രനിൽ അരിക്കേണ്ടി വരും. സോ ഹീലിയത്തിൻ്റെ ഈ സ്റ്റോറി നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റുപാടുമുള്ള ലോകം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കോംപ്ലക്സ് ആണ്. ഫിസിക്സിൻ്റെ പല കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ബിഗ് ബാങ്ങിൻ്റെ സമയത്തുണ്ടായ രണ്ടാമത്തെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മൂലകമാണ് ഇന്ന് ക്വാണ്ടം കമ്പ്യൂട്ടറുകളെയും ഹോസ്പിറ്റലുകളുടെ സ്കാനറിനെയും റോക്കറ്റ് എഞ്ചിനെയും വരെ പ്രവർത്തിപ്പിക്കുന്ന കണ്ണി. നമ്മൾ സാധാരണ കാണുന്ന സാധനങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഭൂമിയുടെ പാറക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇത്തരം സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പല ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു പ്രത്യേക എലമെൻറ്റിന് മനുഷ്യരാശിയുടെ ടെക്നോളജിയെയും അഡ്വാൻസ്മെൻറ്റിനെയും മാറ്റിമറിക്കാൻ കഴിയും എന്ന് നമ്മളിത് പഠിപ്പിക്കുന്നുണ്ട്. സോ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ നമ്മുടെ ബ്ലോഗിൽ കാണാൻ കഴിയും. മാത്രമല്ല യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കോഴ്സുകളും താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ